എന്തിന്? കൈലാസിന് നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നോടെ അങ്കിൾ ആകെ അപ്സെറ്റാ. അങ്കിള് മാത്രമല്ല മുക്തയും. ആളെ കൈ കിട്ടിയ അവര് ബാക്കി വയ്ക്കില്ല. ആദ്യം എന്നെ അറിയിച്ചാ ഞാനത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തോളാം. വേണ്ട അങ്കിൾ, ഡിസ്റ്റർബ് ചെയ്യണ്ട, ഉറങ്ങിക്കോട്ടെ. ഞങ്ങള് പിന്നെ വന്ന് കണ്ടോളാം. വേണ്ട അങ്കിൾ, ഞാൻ ഹെൽപ്പ് ചെയ്യും. നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കൈലാസ്. ബിസിനസിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും മുക്തയെ നോക്കിക്കോളാം. അതെ കൈലാസ്, ഒന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾക്ക് എത്രയും വേഗം പഴയ കൈലാസിനെ തിരിച്ചു കിട്ടണം. ഡാഡി, പാർവതി ഞാനിവിടെ ഉണ്ട് സർ. 2-3 തവണ ഞാൻ വന്ന് നോക്കി. കൈലാസ് സാറ് നല്ല ഉറക്കത്തിലായിരുന്നു. സാറൊന്നും കഴിച്ചിട്ടില്ലല്ലോ? വിശക്കുന്നില്ലേ? ആഹാരം തയ്യാറാവുന്നതേ ഉള്ളൂ. തൽക്കാലം ഈ ജ്യൂസ് കുടിക്കേ. ബുദ്ധിയില്ലേ നിനക്ക്? കൈലാസ് എഴുന്നേറ്റതല്ലേ ഉള്ളൂ. വെറും വയറ്റിലെ ജ്യൂസാണോ കഴിക്കുക? നീ ഇത് അവിടെ കൊണ്ടുപോയിക്ക്. കൈലാസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കാറപകടത്തില് രക്തം കുറെ പോയതല്ലേ? ഇത് മാതള നാരങ്ങയുടെ ജ്യൂസാ. രക്തം വർദ്ധിക്കാൻ മാതള നാരങ്ങ നല്ലതാ. വെറും വയറ്റിലും കഴിക്കാം. നീ എന്നെ പഠിപ്പിക്കണോ? മുക്ത, നീ എന്തിനാ പാർവതിയോട് ദേഷ്യപ്പെടുന്നത്? കൈലാസിന് ഇവൾ ജ്യൂസ് കൊടുത്തത് തെറ്റാണോ? തെറ്റായതുകൊണ്ടല്ല അങ്കിൾ. നമ്മൾ നമുക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൈലാസിനെ കൊണ്ട് കഴിപ്പിക്കുകയല്ല വേണ്ടത്. കൈലാസിന് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ച് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൈലാസിന് അങ്കിള് കാണുന്നില്ലേ, ആള് പകുതിയായി. പഴയ ആരോഗ്യം തിരിച്ചു കിട്ടണമെങ്കിൽ മനസ്സിന് പിടിച്ച ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. കൈലാസിന് എന്തൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തതെന്ന് നിനക്കറിയാവോ? എന്നാലേ എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. നിന്റെ സർവീസേ ഇവിടുത്തെ കിച്ചണിൽ വേണ്ട. ഗാർമെന്റ്സിൽ അടിച്ചു വാരലും നിലം തുടക്കലും അല്ലേ നിന്റെ ജോലി? അത് തന്നെ ഇവിടെയും ചെയ്താ മതി. ആ അങ്കിൾ, ഓരോരുത്തരെയും നിർത്തേണ്ടടുത്ത് നിർത്തണം. കൈലാസിനെ നോക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ? ഇവളോട് പോവാൻ പറ. സീത തിരിച്ചു വരുന്നവരെ കൈലാസിനെ പാർവതി നോക്കിക്കോളും. എന്തിന്? കൈലാസിന് ഈ അവസ്ഥ വരാൻ കാരണം ഇവളല്ലേ? ഇവളെ പിടിച്ച് പുറത്താക്കുന്നതിന് പകരം അർഹതയില്ലാത്ത സ്ഥാനം നൽകുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആന്റി തിരിച്ചു വരുന്നതുവരെ കൈലാസിനെ ഞാൻ നോക്കിക്കോളാം. മുക്ത, ഗാർമെന്റ്സിൽ നീ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ താളം തെറ്റും. നീയേ അത് നോക്കിയാ മതി. അങ്കിൾ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. SI പറഞ്ഞിട്ട് പോയത് ഓർമ്മയില്ലേ? നമ്മുടെ ഗാർമെന്റ്സിൽ ഏതോ ഒരു ക്രിമിനൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന്. കൈലാസിന് കുറച്ചു ദിവസം അങ്ങോട്ട് വരാൻ കഴിയില്ല. നീയോ അവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഇവിടെയല്ല നിന്നെ ഇപ്പൊ ആവശ്യം, അവിടെയാ. അതുകൊണ്ട് നീയും അരവിന്ദും ഗാർമെന്റ്സിലേക്കല്ലേ. ശരി കൈലാസ്. അങ്കിൾ, കൈലാസ് സാർ കുടിക്ക്.
ചേട്ടാ ചേട്ടാ ചേട്ടനെ അന്വേഷിച്ച് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിരുന്നു. സ്റ്റാൻഡിലുള്ളവരാ ചേട്ടൻ ഇവിടെ നിന്ന് ഓട്ടോ കഴിയുവാണെന്ന് പറഞ്ഞത്. എന്താ കാര്യം? ചേട്ടാ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ? അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിച്ചത് ചേട്ടന്റെ ഓട്ടോയിലാണെന്ന് അറിഞ്ഞു. തുണികൾ കയറ്റിയേക്കുന്ന കമ്പനിയുടെ മുതലാളിയുടെ കാര്യമാണോ പറയുന്നത്? അതെ ചേട്ടാ, കൈലാസ് സാറെന്ന് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ എന്റെ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. കൂടെയുള്ള പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ട് സങ്കടം തോന്നിട്ടാ ഞാൻ സഹായിച്ചത്. ചേട്ടൻ ചെയ്ത സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ ഞാൻ വന്നത് ഒരു കാര്യം കൂടി അറിയാനാ. പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അതിന്റെ പുറകെ നടക്കാനുള്ള സമയവും ഇല്ല. അയ്യോ, അതിനൊന്നുമല്ല ഞാൻ വന്നത്. അവളുടെ കയ്യിൽ അവളുടെ ശമ്പളക്കാശ് ഉണ്ടായിരുന്നു, അത് കളഞ്ഞുപോയി. 15,000 രൂപ ഉണ്ടായിരുന്നു. വെപ്രാളത്തിനിടയിൽ ഈ ഓട്ടോയിൽ വീണു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ചേട്ടനത് കിട്ടിയോന്നറിയാനാ ഞാൻ വന്നത്. എനിക്ക് കിട്ടിയിട്ടില്ല. ഓട്ടോയിൽ എന്തെങ്കിലും മറന്നു വെച്ചാ അത് അടുത്ത യാത്രക്കാരനാ കിട്ടുക. ചിലരത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിക്കും, ചിലരതും കൊണ്ടങ്ങ് പോവും. ഈ വണ്ടിയിൽ തന്നെ അത് കളഞ്ഞു പോയെങ്കിൽ ഏതെങ്കിലും യാത്രക്കാരന് കിട്ടിയിട്ടുണ്ടാവും. അവരെ ആശുപത്രിയിലാക്കിയതിനു ശേഷം ഈ ഓട്ടോയിൽ കയറി യാത്രക്കാരെ ചേട്ടൻ ഓർമ്മയുണ്ടോ? ദിവസവും എത്ര പേര് കയറുന്നതാ? എല്ലാവരെയും ഓർത്തു വെക്കാൻ കഴിയുമോ? അതൊരു പാവം കുട്ടിയാ ചേട്ടാ. ആ പൈസ കിട്ടിയില്ലെങ്കിൽ അവളുടെ കുടുംബം പട്ടിണിയാവും. അതാ ഞാൻ ചോദിച്ചത്. ചേട്ടൻ ഒന്ന് ഓർത്തു നോക്ക്. അവരെ ആശുപത്രിയിൽ ഇറക്കി തിരിച്ചു വരുന്ന വഴിയില്ലേ പള്ളിയുടെ മുന്നിൽ നിന്ന് ഒരാൾ കയറിയായിരുന്നു. അയാൾക്ക് കിട്ടിയോന്നറിയില്ല. ചേട്ടന് പരിചയമുള്ള ആളാണോ? അല്ല. അയാള് എവിടെയാ ഇറങ്ങിയത്? അയാൾ എന്റെ ഓട്ടോയിൽ ഒരു 25 കിലോമീറ്റർ ഓടി. അയാളുടെ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നോ? കവറോ? ഞങ്ങളുടെ കമ്പനിയിൽ ഒരു കവറിലിട്ട എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ആ കവർ അടക്കമാ കളഞ്ഞു പോയത്. അത് അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു. അത് അവളുടെ ശമ്പള കവർ തന്നെ ആയിരിക്കും. ചേട്ടാ, അയാളെ കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? എങ്ങനെ കണ്ടുപിടിക്കാനാ? അയാളുടെ മൊബൈൽ നമ്പർ കിട്ടിയാ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ചേട്ടന്റെ കയ്യിൽ അയാളുടെ മൊബൈൽ നമ്പർ ഉണ്ടോ? 350 രൂപയുടെ ഓട്ടത്തിന് അയാൾ 500 രൂപയെ തന്നത്. ബാക്കി കൊടുക്കാൻ എന്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ എന്റെ ഫോണിൽ നിന്ന് അയാൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ചേട്ടൻ ആ മൊബൈൽ നമ്പർ എനിക്കും തരാമോ? ഇതാ നമ്പർ. ഈ നമ്പർ വെച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. അയാൾ ഓട്ടോ ഇറങ്ങിയ സ്ഥലത്ത് ചേട്ടൻ എന്നെ ഒന്ന് കൊണ്ടുവിടാമോ? ഇവിടുന്ന് കുറെ ദൂരമുണ്ട്. അത് സാരമില്ല. ബൈക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ ഓട്ടോയിൽ വരാം. എന്നാ പെട്ടെന്നൊന്ന് കയറി. കൈലാസ്, ഗുളിക കഴിക്ക്. ഇത്രയും ഗുളികളോ? കുറച്ചുമ്പല്ലേ 2 ഗുളിക കഴിച്ചത്? അത് ആഹാരത്തിന് മുൻപ് കഴിക്കാനുള്ളതാ. ഇത് ആഹാരത്തിന് ശേഷമുള്ളത്. ഇതാ കഴിക്ക്. ഇത്രയും ഗുളികളുള്ളപ്പോ വേറെ ആഹാരം എന്തിനാ? വയറ് നിറയെ ഇത് പോരെ? കുട്ടികളെ പോലെ വാശി കാണിക്കാതെ ഈ ഗുളിക കഴിക്കാൻ നോക്ക്. കഴിക്ക്. നീ എന്നെ വിരട്ടി കഴിപ്പിക്കുകയാണോ? വരട്ട മാത്രല്ല, അനുസരിച്ചില്ലെങ്കിൽ നല്ല അടിയും വെച്ചരും. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്. കുറച്ചു സമയം കിടക്കട്ടെ. ഇനി കിടക്കണ്ടേ സർ? എപ്പോഴും കിടന്നാ രോഗിയാന്നുള്ള തോന്നല് മനസ്സിന്ന് പോവില്ല. സാർ ഇനി കുറച്ചു സമയം പുറത്തു പോയി ഇരിക്കണം. ഞാൻ പുറത്തു പോയിരിക്കാനാ? എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതും ഹോസ്പിറ്റലിൽ കിടന്നതും പാർവതി മറന്നുപോയോ? ഞാൻ റിക്കവറായി വരുന്നേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. ഇനി ആശുപത്രിയിൽ കിടക്കണ്ട, വീട്ടിൽ പോയിക്കോന്ന് ഡോക്ടർ പറഞ്ഞപ്പോ കൈലാസ് സാറിന് നല്ല സമാധാനവും സന്തോഷവും തോന്നിയിട്ടുണ്ടാവില്ലേ? അവിടെ നിന്ന് വന്നതിന് ശേഷം ഇതിനകത്തായി കിടപ്പ്. ഇനി ഇതിൽ നിന്നും പുറത്തിറങ്ങണം. അങ്ങനെ പതിയെ പതിയെ കൈലാസ് സാറ് പഴയ കൈലാസ് സാറായി മാറും. എന്നിട്ട്